കോതമംഗലത്ത് MDMA-യുമായി യുവാവും യുവതിയും എക്സൈസ് പിടിയിൽ. പ്രതികളെ റിമാൻഡ് ചെയ്തു. ബംഗളൂരുവിൽ നിന്നും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക രാസലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ടൗൺ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MP-യും സംഘവും നടത്തിയ പരിശോധനയിൽ MDMA-യുമായി യുവാവും യുവതിയും പിടിയിലായി. കോതമംഗലം ടൗണിലെ കോളേജ് വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് അവർക്ക് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുക്കുന്ന ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തിയതും. ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരമല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്, ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് നമുക്ക് 37.29 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കെയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് സമീപകാലത്ത് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ ക്യാച്ചാണ് നടന്നിട്ടുള്ളത്. ബംഗളൂരുവിൽ നിന്നും കോതമംഗലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക രാസലഹരി വസ്തുക്കളാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. 37.229 ഗ്രാമോളം വരുന്ന MDMA-യുമായി പീരുമേട് ഏലപ്പാറ ഹെലിബറിയ കരയിൽ ഒറ്റപ്ലാക്കൽ വീട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൾ 18 വയസ്സുകാരി റിസാന ഫാത്തിമ, കോതമംഗലം ഇരമല്ലൂർ പൂത്തോളിൽ വീട്ടിൽ പ്രസാദിന്റെ മകൻ 24-കാരനായ അനന്തു പ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിൽ എടുത്തു. ഇടുക്കി സ്വദേശിയായ യുവതി കോതമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠനത്തിനായി വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഠനം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നുവെന്നാണ് വിവരം. ദിവസേന 3000 രൂപയോളം വാടകയുള്ള ഹോട്ടൽ റൂമുകളിൽ ആഡംബര ജീവിതം നയിച്ചായിരുന്നു പ്രതികളുടെ ലഹരി ഇടപാടുകൾ. കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MP നേതൃത്വം നൽകിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സിദ്ദിഖ് AE, പ്രിവന്റീവ് ഓഫീസർ ഷെമീർ VA, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ റസാഖ് KA, സുനിൽ PS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉബൈസ് PM, അഖിലേഷ് വേലായുധൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റെൻസി KA എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.